റെഡി. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സഖാക്കളെ, കോവിഡ്-19 വൈറസിൻ്റെ ഭീഷണി ലോകത്തെയാകെ ഒരർത്ഥത്തിൽ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ആ സ്തംഭനാവസ്ഥയെ സാങ്കേതികവിദ്യയുടെ സാധ്യതകളെ ഉപയോഗിച്ച് മറികടന്നാണ് ഇപ്പോൾ ഇതുപോലെയുള്ള പ്രചരണ പരിപാടികൾ, വെബിനാറുകൾ, മറ്റ് യോഗങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം ഒരു വലിയ വെല്ലുവിളിയെ നേരിടുമ്പോഴും അതിജീവനത്തിൻ്റെ സാധ്യതകൾ മനുഷ്യരാശി തേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ലോകം ഏകദേശം 8.5 ലക്ഷത്തിലധികം മനുഷ്യരുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ലോകമെമ്പാടും അത്രയും ആളുകൾ മരണപ്പെട്ടു. നമ്മുടെ രാജ്യത്തും 10,000-കണക്കിന് മനുഷ്യർ മരിച്ചു വീണു. കേരളത്തിൻ്റെ തൊട്ടയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയും അതിനപ്പുറത്ത് മഹാരാഷ്ട്രയുമെല്ലാം ആയിരക്കണക്കിന് മനുഷ്യരുടെ നിസ്സഹായമായ മരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. കേരളത്തിലും പോസിറ്റീവ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്, ആളുകൾ മരണപ്പെടുന്നുമുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരാശ്വാസം നമുക്കുണ്ട്. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചു പേരെ മാത്രമേ ഇതിനോടകം കോവിഡ് വൈറസിന് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഏകദേശം 300-ൽ പരം ആളുകളാണ് ഈ അസുഖം ബാധിച്ച് കേരളത്തിൽ മരണപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾ അയൽ സംസ്ഥാനങ്ങളിൽ മരിച്ചു വീഴുമ്പോൾ മരണസംഖ്യ ചുരുക്കി നിർത്താൻ കഴിഞ്ഞത് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും എല്ലാം സംയോജിച്ച രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയും രോഗബാധിതർക്ക് നൽകുന്ന മികച്ച പരിചരണത്തിലൂടെയും ഒക്കെയാണ്. വളരെ ബൃഹത്തായ ശ്രമകരമായ ഒരു പ്രവർത്തനത്തിനാണ് കേരളത്തിലെ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തന മികവാണ് ലോകത്തിൻ്റെ മുൻപിൽ നമ്മളെ മെച്ചപ്പെട്ട സ്ഥാനത്ത് നിലനിർത്തുന്നത്, നമ്മുടെ സഹജാതരായ ആയിരങ്ങളുടെ ജീവൻ രക്ഷിച്ച് നിലനിർത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നാം പ്രത്യേകമായ ഒരു വിഷയത്തെ മുൻനിർത്തി CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ഒരു ആശയവിനിമയം നടത്തുന്നത്. ഇവിടെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പ്രകാരം ഇടതുപക്ഷ വിരുദ്ധ മഴവിൽ മഹാസഖ്യവും കേരളവും എന്നൊരു വിഷയമാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം അഥവാ കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തിലെവിടെയും അതികഠിനമായ എതിർപ്പുകളെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്നു ചേർന്ന് കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളെ ആക്രമിക്കുന്ന കാഴ്ച പുതിയതല്ല. 1848-ലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിക്കപ്പെടുന്നത്. മാർക്സും എംഗൽസും ചേർന്ന് മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ മാനിഫെസ്റ്റോയുടെ ആമുഖത്തിൽ തന്നെ, മാനിഫെസ്റ്റോയുടെ തുടക്കത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അവിശുദ്ധ മഹാസഖ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരുപക്ഷെ വർത്തമാനകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്നവർക്ക് ഇത് കൗതുകകരമായി തോന്നിയേക്കാം. പഴയ യൂറോപ്പിൻ്റെ ശക്തികളെല്ലാം ചേർന്ന് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പൊരുതുന്നത് എന്നാണ് മാർക്സും എംഗൽസും അതിൽ പരാമർശിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, മാർപ്പാപ്പയും സാർ ചക്രവർത്തിയും മെറ്റർനിക്കും ഗുസോയും ഫ്രഞ്ച് റാഡിക്കൽ കക്ഷിക്കാരും ജർമ്മൻ പോലീസ് ചാരന്മാരും എല്ലാം ചേർന്ന് ഒരു പാവനസഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പാവനസഖ്യമെന്ന് പരിഹസിക്കുകയാണ് ഇത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ആ ആശയങ്ങൾ കരുത്താർജിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഒരുമിച്ചു ചേരുക എന്നത്, കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളിൽ വിറളി പിടിക്കുക എന്നത് ഒരു പുതിയ കാര്യമല്ല. അത് ചരിത്രത്തിലേറെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ ഉദാഹരണം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനിപ്പോഴും ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുക്കാനും കാരണം
സമകാലിക അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ അനുഭവം, കേരളത്തിലെ സാഹചര്യം നോക്കൂ. വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവർ എന്ന് തോന്നിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ CPIM-നെ എതിർക്കുന്ന കാര്യത്തിൽ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ, LDF ഗവൺമെൻറ്റിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ അവരെല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതിലേറ്റവും വലിയ വിരോധാഭാസമാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. RSSൻ്റെ രാഷ്ട്രീയ മുഖമാണ് BJP, രാഷ്ട്രീയ പാർട്ടി മുഖമാണ് BJP ഇന്ത്യ ഭരിക്കുന്നു. ഒരു ഔദ്യോഗിക പ്രതിപക്ഷം എന്ന നിലയിലേക്കൊന്നും കോൺഗ്രസ്സിന് അംഗീകാരമില്ലെങ്കിലും പ്രതിപക്ഷത്ത് കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. എന്ന് വെച്ചാൽ BJP-യും കോൺഗ്രസും തമ്മിലാണ് രാഷ്ട്രീയമായ ഏറ്റുമുട്ടൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത്. കാരണം മുൻപ് ഭരിച്ചിരുന്നവർ കോൺഗ്രസ്സാണ്, ഇപ്പോൾ BJP ഭരിക്കുന്നു. അപ്പോൾ അവർക്കിടയിലാണ് ഒരു മത്സര ബുദ്ധി ഉയർന്നു വരേണ്ടത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ സ്ഥിതി എന്താണ്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മഴവിൽ മഹാസഖ്യം രൂപപ്പെടുന്നു എന്നത് ഒരു കേവലമായ ആരോപണമല്ല. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചത് കേരളത്തിലെ BJP പ്രസിഡൻറ്റിൻ്റെ ഒരു ആരോപണമായിരുന്നു. ആരോപണം ശുദ്ധ അസംബന്ധമായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം അസംബന്ധങ്ങൾ മാത്രം പറയുന്ന ആളാണ് മറ്റു BJP നേതാക്കന്മാരെ പോലെ കേരളത്തിലെ BJP പ്രസിഡൻറ്റും. അദ്ദേഹത്തിൻ്റെ ആരോപണം കള്ളക്കടത്ത് സ്വർണം വിട്ടുകിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കസ്റ്റംസിലേക്ക് ഫോൺ കോൾ പോയി എന്നതായിരുന്നു ആരോപണം. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ ആരോപണം പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു നാണക്കേട് തോന്നേണ്ടതാണ്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന വങ്കത്തരം അതുപോലെ ഏറ്റുപിടിക്കുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? BJP-യും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളെപ്പോലെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സഖ്യത്തിലെ സഖ്യകക്ഷികളാണ്. ഇവർ രണ്ടുപേരും ഉന്നയിച്ചു ഈ കാര്യം. ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നു? അന്വേഷണം പല വഴിക്ക് നടന്നു. കസ്റ്റംസും NIA-യും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒക്കെ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും കസ്റ്റംസിനെ വിളിച്ചിട്ടില്ലെന്നും കസ്റ്റംസിനെ വിളിച്ച് ആവർത്തിച്ചാവശ്യപ്പെട്ടത് ഒരു RSSകാരനായ തൊഴിലാളി നേതാവാണ്, BMS നേതാവാണ് എന്നും പുറത്തു വന്നു. കോൺഗ്രസ് അത് ഉയർത്തിയോ? BJP-ക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ചോ? എല്ലാം പോട്ടെ, ഒരു വർഷം ഇന്ത്യയിലേക്ക് 2 ലക്ഷം കിലോഗ്രാം സ്വർണം കള്ളക്കടത്ത് വഴിയിലൂടെ വരുന്നു എന്നാണ് കണക്ക്. ഇതെല്ലാം എയർപോർട്ടിലൂടെയാണ് വരുന്നത്. എയർപോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ഈ സ്വർണം പിടിക്കേണ്ടത് കസ്റ്റംസാണ്. കസ്റ്റംസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. വിമാനങ്ങളും വിമാനത്താവളങ്ങളും കസ്റ്റംസും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കെ ഈ സംവിധാനത്തിലൂടെ, ഈ മാർഗത്തിലൂടെ ലക്ഷക്കണക്കിന് കിലോഗ്രാം സ്വർണം ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ്. ഈ നിമിഷം വരെ ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും BJP-ക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. നേരിയൊരു വാക്കുകൊണ്ടുപോലും BJP-യെ നോവിക്കരുത് എന്ന് കോൺഗ്രസ്സിന് നിർബന്ധമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഇരട്ട കൊലപാതകത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നരാധമ ഗുണ്ടാ സംഘം നടത്തിയ ഇരട്ട കൊലപാതകം ചർച്ച ചെയ്യുകയാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ളത് കോൺഗ്രസും RSSുമാണ്, രണ്ടുപേരുമാണ്. എന്നാൽ കേരളത്തിൽ ഇവർ തമ്മിൽ അങ്ങനെ സാധാരണ ഏറ്റുമുട്ടലൊന്നും ഉണ്ടാവാറില്ല, നമ്മുടെ രാജ്യത്തും ഉണ്ടാവാറില്ല. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കുറച്ച് നാൾ മുൻപ് തൃശ്ശൂരിൽ കൊല്ലപ്പെട്ടു. തൃശ്ശൂർ കാഞ്ഞാണിയിലാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തടസ്സപ്പെട്ടോ? സുരേഷ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ RSSകാർ മൃഗീയമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഏതെങ്കിലും കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് തങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ കാഞ്ഞാണിയിൽ
ദയനീയമായി കൊല്ലപ്പെട്ടതിനെതിരെ ഒരു വാക്കുകൊണ്ടെങ്കിലും പ്രതിഷേധിച്ചിട്ടുണ്ടോ? KPCC പ്രസിഡന്റിൻ്റെ ഒരു വരി പ്രസ്താവന നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു പ്രതിഷേധ യോഗം, ഒരു പൊതുയോഗം സംഘടിപ്പിച്ച് കണ്ടിട്ടുണ്ടോ? കോവിഡ് കാലത്തിനൊക്കെ മുമ്പാണ് യോഗം സംഘടിപ്പിക്കാൻ അപ്പോൾ തടസ്സമില്ല. നിശബ്ദമായി ആ കൊലപാതകത്തെ വാർത്തയാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ RSS കൊന്നാൽ നിങ്ങൾക്കെന്താ എന്ന ഒരു മനോഭാവമാണ് കോൺഗ്രസിൽ നിന്നും അന്ന് പ്രകടമായിട്ടുള്ളത്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. CPM-നെതിരാണെങ്കിൽ, ഇടതുപക്ഷത്തിനെതിരാണെങ്കിൽ നമുക്കൊരുമിച്ച് നിൽക്കാം എന്നൊരു മനോഭാവം നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കിടയിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. അവർ ഒരുമിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ദൃഷ്ടാന്തങ്ങളാണ് ഈ അടുത്ത സമയങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ BJPയും കോൺഗ്രസും മാത്രമല്ല. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ UDF ആകെ ഉണ്ട്, BJP ഉണ്ട്. അതോടൊപ്പം തന്നെ RSSന് ബദലെന്ന നാട്യത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുണ്ട്. SDPI പോലെ ഉള്ളവർ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള കൂട്ടരുണ്ട്. ഇവരെല്ലാം CPIM-നെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഒരുമിച്ച് നിന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈവിൽ തടസ്സം നേരിടുന്നുണ്ടോ? ഇല്ല, പറയാം. ഒരുമിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSSൻ്റെ ഇത്തരത്തിലുള്ള ആളുകളെ കൊലപ്പെടുത്തുന്ന അതിക്രമങ്ങൾ നടക്കുമ്പോൾ ഈ കൂട്ടരാരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് 2 രാഷ്ട്രീയ പാർട്ടികൾ മാത്രമേ ഉള്ളൂ. അതാണ് സത്യം. 2 രാഷ്ട്രീയ പാർട്ടികൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു നാടായി കേരളം രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി CPIM-ൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് കേരളം. ആ സവിശേഷ സാഹചര്യത്തെ കൂടി മുൻനിർത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, 2 രാഷ്ട്രീയ പാർട്ടികൾ മാത്രമായി കേരളത്തിൽ നിന്ന് ചുരുങ്ങിയിരിക്കുന്നു. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മറ്റൊന്ന് ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പാർട്ടി, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടിയും ഇടതുപക്ഷ വിരുദ്ധ പാർട്ടിയും എന്ന നിലയിൽ മാറിയിരിക്കുന്നു. ആ ഇടതുപക്ഷ വിരുദ്ധത്തിൽ എല്ലാ പാർട്ടികളും ഉണ്ട്. BJPയും കോൺഗ്രസും ലീഗും SDPIയും ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയും എല്ലാം അതിലുണ്ട്. ഇവരെല്ലാം ഒന്നു ചേർന്നാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായി, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴവിൽ മഹാസഖ്യത്തിലേക്ക് തങ്ങളുടെ ഇഷ്ടക്കാരായിട്ടുള്ള മാധ്യമങ്ങളെ കൂടി ഇവർ അണിനിരത്തുകയാണ്. അവരും കൂടിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുൻപിൽ ഇപ്പോൾ അത് കാണാം. ഏറ്റവും ഹീനമായ കാര്യങ്ങൾ പോലും പറയുന്നതിനൊരു മടിയുമില്ലാത്തവരായി ഈ കൂട്ടർ മാറിയിട്ടുണ്ട്. നോക്കൂ, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കുറച്ച് നാൾ മുൻപ് ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മികവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിലൊന്നും കാര്യമില്ല, കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രളയം വരും. അദ്ദേഹം പറയുകയാണ്, അത് കഴിഞ്ഞാൽ ഒരു വരൾച്ചയുണ്ടാകും. അപ്പോൾ കാണാം, പ്രളയവും വരൾച്ചയും വരും, സംസ്ഥാനം തകരും, ആയിരങ്ങൾ മരിച്ചു വീഴും എന്ന് ഒരു കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാവ് പ്രതീക്ഷാപൂർവം സംസാരിക്കുകയാണ്. ഏത് കാലത്ത്? ഈ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും മറ്റ് പുരോഗമനോന്മുഖമായ മൂല്യങ്ങളുടെയും എല്ലാം ഉദ്ഘോഷണം നടക്കുന്ന ഒരു കാലത്തിൻ്റെ നടുവിൽ നിന്ന് മുൻ ആഭ്യന്തരമന്ത്രിയായ കോൺഗ്രസ് നേതാവ് പറയുന്നു, പ്രളയവും വരൾച്ചയും ഇവിടെ വരും, കേരളം തകരും. പ്രതീക്ഷാപൂർവം പറയുകയാണ്. ശവശരീരങ്ങളെ കാത്തിരിക്കുന്ന കഴുകനെ പോലെ ആയിരങ്ങൾ മരിച്ചു വീഴുന്ന കേരളത്തെ സ്വപ്നം കാണുന്ന, മനുഷ്യൻ്റെ മൃതശരീരങ്ങൾ അനാഥമായി ചീഞ്ഞഴുകിക്കിടക്കുന്ന കേരളത്തിൻ്റെ തെരുവുകളെ സ്വപ്നം കാണുന്ന ഒരധമ മനസ്സിൻ്റെ വെളിപ്പെടൽ നടന്നപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമം അത് ചർച്ചാ വിഷയമായിട്ടെടുത്തോ? നമ്മുടെ രാഷ്ട്രീയത്തെ ഇത്ര മലീമസമാക്കുന്ന, ഇത്രമാത്രം ജീർണിച്ചതാക്കുന്ന ഇത്തരം അധികാരഭ്രാന്തന്മാരുടെ ജൽപ്പനങ്ങൾക്കെതിരെ മനുഷ്യൻ്റെ മനസാക്ഷിയെ ഉണർത്താൻ ശക്തമായ 4 വാക്കു പറഞ്ഞവർ എത്രയുണ്ട് കേരളത്തിൽ?
ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവായിരുന്നു ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി? പച്ചയ്ക്ക് വിചാരണ ചെയ്ത് കൊല്ലുമായിരുന്നില്ല ഈ കേരളത്തിൽ? ആയിരങ്ങൾ മരിച്ചു വീഴുന്ന കേരളത്തെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയെന്ന് വ്യംഗ്യമായി എന്നാൽ വ്യക്തമായി ഒരു കോൺഗ്രസ് നേതാവ് ടെലിവിഷൻ ചാനലിലൂടെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു പ്രയാസവും നേരിടേണ്ടി വന്നിട്ടില്ലല്ലോ. ഇവിടെ കേരള നിയമസഭയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, കേരളത്തിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാറ്റണം, ഇങ്ങനെ പോരാ, നമ്മൾ അമേരിക്കൻ മോഡലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അമേരിക്കൻ മോഡലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, അതായിരുന്നു വാക്ക്. അമേരിക്കയിൽ ഇപ്പോൾ 1,90,000 പേര് മരിച്ചു എന്നാണ് കേട്ടത് കണക്ക്. അമേരിക്കയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് അമേരിക്കയിലാണ് കോവിഡ് ബാധിച്ച്. മരിച്ചവരുടെ മൃതശരീരങ്ങൾ മറവ് ചെയ്യാൻ, കുഴിയെടുക്കാൻ പോലും കഴിയാതെ കൂട്ടക്കുഴിമാടങ്ങൾ ഉണ്ടാക്കി ആളുകളെ കൂട്ടമായി സംസ്കരിക്കേണ്ടി വരുന്ന ദയനീയമായ അനുഭവങ്ങളുടെ മുൻപിൽ ലോകം കണ്ണീർ വാർത്ത് നിൽക്കുകയാണ്. അമേരിക്കയിലെ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു പോയിരിക്കുന്നു. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അന്ന് വീറോടെ വാദിച്ചത് നാം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ശൈലി മാറ്റണം, അമേരിക്കയെ മാതൃകയായി സ്വീകരിക്കണം എന്നാണ്. എത്രമാത്രം വികൃതവും മനുഷ്യവിരുദ്ധവുമാണ് കോൺഗ്രസിൻ്റെ ഹൃദയം, കോൺഗ്രസിൻ്റെ ചിന്ത. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തമിഴ്നാടിനെ മാതൃകയായി സ്വീകരിക്കണം. ഇനി അമേരിക്ക എന്ന് പറഞ്ഞിട്ട് നടക്കുന്നില്ല. രാജസ്ഥാനെ മാതൃകയായി സ്വീകരിക്കണം. തമിഴ്നാട്ടിൽ ആയിരങ്ങൾ മരിച്ചു വീണു, രാജസ്ഥാനിലും. ഏതെങ്കിലും മാധ്യമം അർഹിക്കും വിധം വിമർശിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഒരു നാട് മരണത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ മരണത്തിൻ്റെ പടുകുഴിയിലേക്ക് അവരെ തള്ളിയിടാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇങ്ങനെ ശ്രമിക്കുന്നതെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കുറ്റകരമായ മൗനം പാലിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വടകര എം പിയായ മുൻ KPCC പ്രസിഡന്റ് പറഞ്ഞു 30 ഡിഗ്രിയിൽ കൊറോണ നശിക്കും, അതുകൊണ്ട് ഇത് പേടിക്കാനൊന്നുമില്ല. കൊറോണയ്ക്കെതിരായ ജനങ്ങളുടെ ജാഗ്രതയിൽ അയവ് വരുത്താൻ വെള്ളം ചേർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. 30 ഡിഗ്രിയിൽ കൊറോണ മരിച്ചു പോകും, കൊറോണ ഇല്ലാതാവും എന്ന് പറഞ്ഞ ആ നേതാവ് ഇപ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇന്ത്യയിൽ 10,000 മരിച്ചു, കേരളത്തിൽ 10,000 രോഗബാധയേറ്റു. എത്ര നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയിലൂടെ ഒരു ജനതയെ അപകടത്തിലേക്ക് തള്ളിയിടാൻ നിങ്ങൾ ശ്രമിച്ചു എന്ന് അർഹിക്കും വിധം ഒരു ചോദ്യം ചെയ്യൽ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത്? ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. കേരളത്തിലൊരു മഴവിൽ മഹാസഖ്യമുണ്ട്. അതിൽ കോൺഗ്രസും BJPയും ലീഗും മറ്റ് എല്ലാ ജനവിരുദ്ധ ശക്തികളുമുണ്ട്. അവരോടൊപ്പം മാധ്യമങ്ങളിലും ഒരു വിഭാഗം അണിനിരക്കുന്നുണ്ട്. വിവാദങ്ങൾ മാത്രം ഉയർത്തിക്കൊണ്ടുവരിക, വിവാദങ്ങൾ ഭക്ഷിച്ച് വിവേകമില്ലാത്തവരായി മലയാളികളെ മാറ്റാനുള്ള ഒരു പരിശ്രമമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഓരോ ദിവസവും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നോക്കൂ. ഇന്നിപ്പോൾ കേരളത്തിലെ ചാനലുകളിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നൊരു വിഷയം ഒപ്പ് വിവാദമാണെന്നാണ് കേൾക്കുന്നത്. ഈ സമയത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്താണ്? അമേരിക്കയിൽ പോയ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഫയലിൽ ഒപ്പിട്ടത്? അപ്പോൾ അത് കള്ള ഒപ്പല്ലേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അതിപ്പോൾ ചർച്ച ചെയ്യുകയാണ് ഏതൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകൾ. എന്തൊരു നിർഭാഗ്യകരമായ സാഹചര്യമാണെന്ന് നോക്കൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ചർച്ച ചെയ്യുമ്പോൾ മലയാള മനോരമ TV 2018 സെപ്റ്റംബർ മാസത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നതിനെ സംബന്ധിച്ച് കൊടുത്തൊരു വാർത്തയുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്, ഞാൻ ആ വാർത്തയാണ് വായിക്കുന്നത്. ഫയൽ സംവിധാനം വഴി അമേരിക്കയിൽ ഇരുന്നു തന്നെ മുഖ്യമന്ത്രി ഫയലുകൾ തീർപ്പാക്കും. ഇതാണ് അന്ന് മലയാള മനോരമ കൊടുത്തിട്ടുള്ള വാർത്ത. അന്നേ ഈ കാര്യം വാർത്തയായിട്ട് വന്നിട്ടുള്ളതാണ്. അന്നേ വന്നിട്ടുള്ള വിവരം ഇപ്പോൾ ഒരു വിവരദോഷി വിളിച്ചു പറയുമ്പോൾ ചർച്ചയാക്കുകയാണ്. ആ ചർച്ചയുടെ ഉദ്ദേശം എന്താണ്? ആ ചർച്ചയുടെ ഉദ്ദേശം വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുക. അങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകും. അപ്പോൾ ഏത് വങ്കത്തരവും വിളിച്ചു പറഞ്ഞാൽ BJPയും കോൺഗ്രസും അതിൻ്റെ ഏറ്റവും വിവരദോഷികളായ നേതാക്കന്മാരെ കൊണ്ട് എന്തെങ്കിലും വങ്കത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് വിവാദങ്ങളാക്കി സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഈ ഒപ്പ് വിവാദം കഴിയും, പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടും. നാളെ പുതിയ വിവാദം കൊണ്ടുവരും. കുറച്ച് നാൾ മുമ്പ് കേട്ടില്ലേ, തോക്ക് കാണാനില്ല വിവാദം. ഇന്നിപ്പോൾ ഈ പരിപാടി വീക്ഷിക്കുന്നവരുടെ മനസ്സിൽ ആ വിവാദം ഉണ്ടാവും. തോക്ക് കാണാനില്ല,
അതായിരുന്നു. എത്ര ദിവസം ചർച്ച ചെയ്തു? ഇപ്പോൾ എവിടെ എത്തി? ആരാണ് തോക്കെടുത്ത് കൊണ്ടുപോയത്? തോക്ക് യഥാർത്ഥത്തിൽ കാണാതായിരുന്നോ? എത്ര തോക്കാണ് കുറവ് വന്നത്? അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. ഒരൊറ്റ തോക്കും കാണാത്ത സാഹചര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ തെളിവുകളും വന്നപ്പോൾ ആ വിഷയമേ മുങ്ങിപ്പോയി. അതിപ്പോൾ ഇല്ല. 2 ദിവസം മുമ്പ് തീപിടുത്തം ചർച്ച ചെയ്തു. ഈ ഫയൽ കത്തിപ്പോയി എന്ന വിചിത്രമായ ഒരു വാദം ലോകമാദ്യമായി കേട്ടു. ഈ ഫയലുകൾ അഗ്നിക്കിരയായി എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ അപഹാസ്യ നാടകത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ ആ വിഷയം പോയി. ആ വിഷയം ഇപ്പോൾ എടുക്കുന്നില്ല. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് തന്നെ എടുക്കുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ BJP ചാനലിൻ്റെ കോർഡിനേറ്റിംഗ് എഡിറ്ററെ കസ്റ്റംസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതോടെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാലം അവസാനിച്ചു. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് BJP ചാനലിൻ്റെ മേധാവിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്? പരസ്പരാശ്രയ സഖ്യം അങ്ങനെ മുൻപോട്ട് പോവുകയാണ് ചെയ്തത്. ഉള്ളുപൊള്ളയായ വിവാദങ്ങൾ ചർച്ച ചെയ്യുക, ആ വിവാദങ്ങളിൽ ഒരു ജനതയെ കുരുക്കിക്കടത്തി അവരുടെ വിവേകത്തെയെല്ലാം കെട്ടിയിടുക, ബന്ധിക്കുക എന്ന തന്ത്രമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഗൗരവതരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച്, നമ്മുടെ നമ്മുടെ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച്, നമ്മുടെ നാടിൻ്റെ വ്യാവസായിക വളർച്ചയെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം, വലിയ നവരത്ന സ്ഥാപനങ്ങൾ വിറ്റു തുലയ്ക്കുന്ന സർക്കാർ സമീപനത്തെക്കുറിച്ച്, പാചകവാതകത്തിന് സബ്സിഡി എടുത്തു കളഞ്ഞ് കേരളത്തിലെ, ഇന്ത്യയിലെ കുടുംബങ്ങളുടെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന നയത്തെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഗൗരവതരമായ വിഷയങ്ങളുണ്ട്. അത്തരം ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് കടന്നു പോകാതെ കേരളത്തിലെ വിവാദങ്ങളിൽ മാത്രം അഭിരമിക്കുക എന്നൊരു നില സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നു, ദാരുണമായി വെട്ടിക്കൊന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ അതിനോട് സ്വീകരിച്ച സമീപനം എന്താണ്? വാർത്തയൊക്കെ എല്ലാവരും കൊടുത്തു. എന്നാൽ ഏറ്റവും അടുത്തൊരു ഉദാഹരണമുണ്ടല്ലോ. കാസർഗോഡ് കോൺഗ്രസ് പ്രവർത്തകരായ 2 ചെറുപ്പക്കാർ മുൻപ് കൊല്ലപ്പെട്ടപ്പോൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? അന്ന് ആ സംഭവത്തെ മുൻനിർത്തി കേരളത്തിൽ അതിശക്തമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണത്തിൻ്റെ കൊടുങ്കാറ്റാണ് ആഞ്ഞു വീശിയത്. ആ കൊടുങ്കാറ്റിൻ്റെ മുൻപിൽ നിന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം കേരളത്തിലെ മാധ്യമങ്ങളാണ്. എന്നാൽ ഇപ്പോഴോ? എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരുടെ ജീവന് വിലയില്ലാതെ പോയത്? മിഥുരാജിൻ്റെയും ഹക്ക് മുഹമ്മദിൻ്റെയും ജീവന് വിലയില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? അവരുടെ കബറിടത്തിലെ ചോര വീണ് നനഞ്ഞ പച്ചമണ്ണിൻ്റെ നനവ് വിട്ടുമാറുന്നതിന് മുൻപ് ഉള്ളുപൊള്ളയായ വിവാദങ്ങളിലേക്ക് ഓടിവരാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിച്ചത്? ഇത്ര ഹൃദയശൂന്യരാകാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അധമത്വമല്ലാതെ മറ്റൊന്നുമല്ല. എല്ലാ ജീവനും ഒരേ വിലയല്ലേ? കൊല്ലപ്പെട്ടവരെക്കുറിച്ച്, അവരുടെ മൃതശരീരം കുഴിയിലേക്ക് എടുക്കുന്നതിന് മുൻപ് അപവാദ പ്രചരണം നടത്തുന്ന ദുഷ്ടശക്തികൾക്ക് ചൂട്ടുപിടിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു മടിയും ഉണ്ടായില്ല. ഇന്നലെ വിവരദോഷം ജന്മാവകാശമായി സിദ്ധിച്ചിട്ടുള്ള ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ അനശ്വരരായ രക്തസാക്ഷികളെക്കുറിച്ച് പ്രയോഗിച്ച വാചകം അവർ ചത്തു എന്നാണ്. അതിനെ ഇടതുപക്ഷത്തുനിന്ന് ചർച്ചയിൽ പങ്കെടുത്തയാൾ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങൾ തിരുവിതാംകൂറിലൊക്കെ അങ്ങനെ പറയുന്ന. തിരുവിതാംകൂറിൽ എവിടെയാണ് അങ്ങനെ പറയുന്നത്? ചത്തു എന്നൊരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് പറയണമെങ്കിൽ എത്രമാത്രം വിഷം നിറഞ്ഞ മനസ്സായിരിക്കണം. അപ്പം അദ്ദേഹം പറയുകയാണ് അങ്ങനെ സ്വാഭാവികമായിട്ട് പറയുന്നു. കോൺഗ്രസ് നേതാക്കന്മാർ മരിക്കുമ്പോൾ ചത്തു എന്നാരെങ്കിലും പറയാറുണ്ടോ? പാർലമെന്റ് അംഗമായ ഈ നേതാവ് ഇന്ദിരാഗാന്ധിയുടെ അനുസ്മരണം നടത്തുമ്പോൾ വെടികൊണ്ട് ചത്ത ഇന്ദിരാഗാന്ധി എന്നാണോ പ്രസംഗിക്കാറ്? ബോംബ് പൊട്ടി ചത്ത രാജീവ് ഗാന്ധി എന്ന് പ്രസംഗിക്കാറുണ്ടോ? അദ്ദേഹം അങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ പാർട്ടി യോഗങ്ങളിൽ പ്രസംഗിക്കാറുള്ളത്? മനുഷ്യർ മരിക്കുമ്പോൾ ചത്തു എന്നാരും പറയാറില്ല. അത് ഫ്യൂഡൽ കാലഘട്ടത്തിലെ ജനവിരുദ്ധമായ ഒരു പ്രയോഗമാണ്. പട്ടി ചത്തു, പൂച്ച ചത്തു, പശു ചത്തു എന്നൊക്കെ പറയും. കൊന്നിട്ടും പക തീരാതെ ചലനമറ്റ ശരീരത്തെ നോക്കി ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് സാധിക്കൂ. ആ പറച്ചിലിൻ്റെ മുൻപിൽ കേരളത്തിലെ മാധ്യമങ്ങൾ നിശബ്ദരായി വിടുവേല ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവം കൊണ്ടാണ്. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവം മനുഷ്യത്വ വിരുദ്ധതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
മനുഷ്യത്വ വിരുദ്ധതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊലപാതകങ്ങളെയും അപലപിക്കുകയും മനുഷ്യനെ കൊല്ലാത്ത ഒരു സാഹചര്യം സംജാതമാവാനും നിലനിൽക്കാനും വേണ്ടി പ്രയത്നിക്കുകയുമാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതിനു വേണ്ടത് കൊലപാതകങ്ങളെ തള്ളിപ്പറയലാണ്. കൊല്ലുന്നവൻ്റെയും കൊല്ലപ്പെടുന്നവൻ്റെയും മുഖം നോക്കി നിറം നോക്കി പ്രതികരിക്കുന്നത് മനുഷ്യവിരുദ്ധമാണ്. അത് അന്തസ്സില്ലായ്മയാണ്. ആ അന്തസ്സില്ലായ്മയാണ് ഇന്ന് കേരളത്തിലുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെട്ടാൽ അതിനെ നിസ്സാര സംഭവമായി കണക്കാക്കുക, അതിനെ ആസ്വദിക്കുക, ആ ചിതറിയൊഴുകുന്ന ചോര കണ്ട് ഗൂഢസ്മിതം തൂകി നിൽക്കുക. ഇങ്ങനെയുള്ള മനസ്സിനെ നമുക്ക് ഏത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കാനാവുക? ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിനെ പ്രവധീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പിരിച്ചുവിടണമെന്ന നിലയിലേക്കുള്ള പ്രചാരവേല സംഘടിപ്പിക്കുക. ഈ നികൃഷ്ടമായ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ മഴവിൽ മഹാസഖ്യത്തിൽ അണിനിരന്നിട്ടുള്ള മാധ്യമങ്ങൾ ഈ